നമ്മുടെ കാറ്റിൻ്റെ എക്സാം നടക്കുന്നത് 14-ാം തീയതിയാണ്. അപ്പോൾ 14-ാം തീയതി എക്സാമിന് അറിയുന്നത് 2 സെക്ഷനായിട്ടാണ് എക്സാംസ് ഉണ്ടാവുക. അതിൽ ഫസ്റ്റ് പേപ്പർ 10 മണി മുതൽ 12 മണി വരെയാണ്. അതിലുണ്ടാവുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് 1ഉം അതുപോലെ തന്നെ ലോയുമാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് 1 60 മാർക്കിനും ലോ 40 മാർക്കിനും ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത്. ഇത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല ഇതിൻ്റെ കാര്യങ്ങളോ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഏകദേശം എന്ത് ചെയ്യുന്നുണ്ട്, 6 സെറ്റോളം ഓഫ്ലൈൻ ക്വസ്റ്റ്യൻ പേപ്പറും 3 സെറ്റോളം എന്ത് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ ക്വസ്റ്റ്യൻ പേപ്പറുകളും ഉണ്ട്. അപ്പോൾ ഇത് വേണ്ടവർ എന്ത് ചെയ്യുക, ഒന്ന് വാട്സപ്പ് ത്രൂ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ 2 സെക്ഷൻസിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ദെൻ ഇനി വേറെയുള്ള ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ പാർട്ടിലുണ്ടാവുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും തരാം. പിന്നെ ഇത് എന്താണ്, പേപ്പർ 2 ആണ്. ഇതിലുണ്ടാവുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് 2 50 മാർക്കും, അതുപോലെ തന്നെ പിന്നുള്ളത് എന്താണ്, സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ് അതുപോലെ 50 മാർക്കുമാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. മാക്സിമം വർക്കൗട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യനുകളൊക്കെ ഇതിലുണ്ടാവും. പിന്നെ ഓഫ്ലൈനാണ് എക്സാം എന്നറിയാം. നമ്മൾ OMR ഷീറ്റ് വന്നിട്ട് അതിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ വേറെ തരും. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കൂടെ തന്നെ OMR ഷീറ്റ് തരും. ഇപ്പോൾ 2 സെക്ഷനാണെന്ന് അറിയാമല്ലോ. രാവിലെ 10 മണി മുതൽ 12 മണി വരെയും പിന്നെ 2 മണി മുതൽ 4 മണി വരെയാണ് എക്സാം ഉണ്ടാവുക. എല്ലാ ക്വസ്റ്റ്യനുകളും ആൻസർ ചെയ്യുക. അറിയാവുന്ന ക്വസ്റ്റ്യനുകൾ ആദ്യം കറക്റ്റ് ആൻസർ ചെയ്തതിന് ശേഷം പിന്നെ അറിയാത്ത ക്വസ്റ്റ്യനിലേക്ക് ഇരിക്കുക. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കുറഞ്ഞത് ഒരു 10% ടഫായിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ഉണ്ടാവും. ആദ്യം വരുന്ന സമയം കളയാതിരിക്കുക. ഇതൊക്കെ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്യാം, ദാറ്റ് മീൻസ് ലിങ്ക് ഇടാം, അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ ഇടാം. അതിൽ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നിങ്ങൾക്ക് PDF ഷെയർ ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ എനിവേസ്, താങ്ക് യു.